ആ മൊബൈലിൽ ഞാൻ എടുത്ത വീഡിയോ നീ എന്ത് ചെയ്തു? അത് ഞാൻ ഡിലീറ്റ് ചെയ്തു ഓൺ ദി സ്പോട്ടിൽ. നീ പോയി നിന്റെ തരത്തിലുള്ളവരുമായിട്ട് കളിക്കും. എന്റെ കോട്ടിലേക്ക് നീ വരണ്ട. കേട്ടോടാ? വൈ വൈ വൈശാഖ. ആ പിന്നെ ഞാനതെങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നിനക്കറിയണ്ടേ? പറയാം. കിണി വെച്ചിരിക്കുകയാണല്ലേ? നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. ആ പിന്നെ ഒരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം. എനിക്കിട്ട് പാര പണിയാൻ നീ ഇറങ്ങിയാലേ തിരിച്ച് നിനക്കിട്ട് ഞാൻ മറുപാര പണിയും. മറ്റൊന്നുകൂടി, ഈ വീട്ടിലെ നിങ്ങളുടെ രഹസ്യങ്ങൾ കുറച്ചൊക്കെ എനിക്കും അറിയാം. ആ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടെങ്കിൽ അവൻ വെറുതെ ഞെട്ടട്ടെ. അന്ന് ഞാൻ അവിടെ കയറിയത് മൈഥിലിയെ കാണാനായിരുന്നുവെന്ന് ഇവള് മനസ്സിലാക്കിയോ? ഇവള് ചെറിയ കക്ഷിയൊന്നുമല്ല. ഇവളെ സൂക്ഷിക്കണം. ഹലോ, ഞാനാ ദേവി, ജയറാം. എവിടുന്നാ? ഞാൻ ജയിലിൽ നിന്ന് സംസാരിക്കുന്നത്. എന്തിനാ ഇപ്പൊ വിളിച്ചത്? ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ദേവി
ആരായിരുന്നു ഫോണില്? ചോദിച്ചത് കേട്ടില്ലേ? ആരായിരുന്നു ഫോണിലെന്ന്? എന്റെ കൂട്ടുകാരിയുടെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അയാൾ എന്തിനാ വിളിച്ചത്? അതെ, മീനാക്ഷിയുടെ അമ്മയുടെ 16 അടിയന്തരത്തിന്റെ കർമ്മങ്ങൾ നടത്തണമെന്ന് പറയാനാ വിളിച്ചത്. ജയിലിൽ നിന്ന് അയാളാ വിളിച്ചതല്ലേ? ഹ, അതിനെന്തിനാ ഇങ്ങനെ നോക്കുന്നത്? അവളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിനക്ക് ഏറ്റെടുക്കേണ്ടി വന്നത് അവളുടെ അച്ഛൻ ജയിലിലായിരുന്നുകൊണ്ടാണെന്നല്ലേ നീ പറഞ്ഞത്? ആ അതെ. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? കർമ്മങ്ങൾ നടത്തുന്നുണ്ടോ? ഓ, എത്തിയോ? എവിടെയായിരുന്നു ഇത്രയും ദിവസം? കാത്തിരുന്നു ഉറക്കൊളച്ചും ഞാൻ വാശം കെട്ടു. ബാക്കിയുള്ളവരുടെ ടെൻഷൻ ആരെ അറിയാനാ? നിങ്ങൾ കുറെ ദിവസം എവിടായിരുന്നു? രാമേട്ടാ, എന്താ നിങ്ങളുടെ നാവ് എവിടെയെങ്കിലും ഊരി വെച്ചിട്ട് മറന്നുപോയോ? എവിടായിരുന്നൂന്ന്? അത് കുറച്ച് അത്യാവശ്യം നേരിട്ടു, അതാ വരാൻ വൈകിയത്. എന്തത്യാവശ്യം? ഭാര്യയായ ഞാൻ അറിയാതെ എന്ത് അത്യാവശ്യമാണ് നിങ്ങൾക്കുള്ളത്? രാമേട്ടാ, നിങ്ങൾ ഈ മൊബൈൽ ഫോൺ കൊണ്ട് നടക്കുന്ന എന്തിനാ? അലങ്കാരത്തിനോ? നിങ്ങൾക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? എവിടായിരുന്നു ഇതുവരെ? അത് മതിയടി, നീ അവനെ ക്രോസ് വിസ്താരം നടത്തിയത്. അവനെന്താ പ്രതിയും നീ വക്കീലുമാണോ? അപ്പൂപ്പനും അമ്മൂമ്മയും ആറായി, എന്നിട്ടും സ്വന്തം ഭർത്താവിന്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ എന്ത് ഭാര്യ? രാമഭദ്രന് എന്തെങ്കിലും അത്യാവശ്യം കാണും, അതാ അവൻ വരാൻ വൈകിയത്. അത് സാവകാശം ഭർത്താവിനോട് സമാധാനത്തോടെ കാര്യം ചോദിച്ചു മനസ്സിലാക്കണം. അല്ലാതെ അവണിഞ്ഞ് വന്ന് കയറിയ ഉടനെ മടയിൽ നിന്നും കടുവ ചാടി വീഴും പോലെ ചാടി വീണ് കടിച്ചു കയറാൻ ചെല്ലുന്നു. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നത്തിൽ അച്ഛനായ എന്റെ ഇടപെടലുകൾ ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇതൊരു കൂട്ടുകുടുംബമാണ്. ചില കാര്യങ്ങൾ കേട്ടാലേ അറിയാതെ മറുപടി പറഞ്ഞു പോവും. അത് വിട്ടേക്ക്. നീ ചെന്ന് ഇവര് കാപ്പിയോ വെള്ളം എടുത്ത് കൊടുക്കാൻ നോക്ക്. ചെല്ലേ. മോനെ, നിന്റെ മനസ്സിപ്പോ ഒരു തിളയ്ക്കുന്ന കടലാണെന്ന് എനിക്കറിയാം. അച്ഛാ, ഞാൻ അവള് മരിച്ച വിവരം നീ എപ്പോഴാ അറിഞ്ഞത്? അച്ഛാ, അത് വേണ്ട, പറയണ്ട. അതൊന്നും ഇവിടെ തൽക്കാലം ആരോടും വിശദീകരിക്കാനും പോണ്ട. മോനെ രാമഭദ്ര, ചില അപ്രിയ സത്യങ്ങൾ തൽക്കാലം നമ്മൾ മനസ്സിലടക്കി വെച്ചേ പറ്റൂ. അത് പലരുടെയും മനസ്സമാധാനം
ദാ ചായ. അച്ഛനിടയ്ക്ക് വന്ന് കയറിയത് കൊണ്ടാ ഞാൻ അവിടെ വെച്ച് നിർത്തിയത്. പക്ഷേ ഞാൻ നിങ്ങളുടെ ഭാര്യയാ. എനിക്ക് കാര്യം അറിയണം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് രാമേട്ടൻ എവിടെയായിരുന്നു? ദേ പിന്നെയും വാ തുറക്കുന്നില്ല. നിങ്ങൾ മിണ്ടാവൃതം അനുഷ്ഠിച്ചോളാമെന്ന് വല്ല നേർച്ചയുണ്ടോ? അപ്പൊ ഇതിന്റെ അകത്ത് എന്തോ കാര്യമുണ്ട്. നിങ്ങൾ മിണ്ടാത്തതാ. എന്നോട് ഒളിച്ചുകളി നടത്തിയേക്കാവുന്ന നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മണ്ടത്തരവാ. സത്യം പറ രാമേട്ട, നിങ്ങൾക്ക് വേറെ വല്ല ഭാര്യമാരും ഉണ്ടോ? അതിന് മക്കളുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര മക്കളുണ്ട്? അവരുടെ കൂടെ ആയിരുന്നു ഇത്രയും ദിവസം. നിർത്തണേ. ഇനി ഒരു അക്ഷരം വേണ്ടിയാ നിന്റെ ചെവിക്കല് ഞാൻ അടിച്ചു പൊളിക്കും. അവള് പോലീസ് മുറിയിൽ എന്നെ ചോദ്യം ചെയ്യുന്നു എന്ന് വെച്ചാൽ ഞാനൊരു 4ാം കിട ക്രിമിനൽ അല്ലേ? കുടുംബ സമാധാനത്തെ കരുതി ഞാൻ പലപ്പോഴും മിണ്ടാതിരുന്നിട്ടുണ്ട്. നിന്നെപ്പോലെ ചെറുതാകാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ മൗനം പാലിച്ചിട്ടുണ്ട്. എന്ന് വെച്ചും ഞാനൊരു അച്ചിക്കോന്തനാണെന്ന് നീ കരുതണ്ട. മതി, നിർത്ത്. ഇത്ര നാൾ ഒരുമിച്ച് ജീവിച്ചിട്ടും എന്റെ ഇടനെഞ്ചിലാണ് നിന്റെ സ്ഥാനമെന്നറിഞ്ഞിട്ടും എന്നെ മനസ്സിലാക്കാത്ത നീ ഒരു ഭാര്യയാണോ? അതെ, അത് തന്നെ എന്റെ അവകാശം. ഭാര്യ എന്ന അവകാശം. അതുകൊണ്ട് നിങ്ങൾ പറയണം, നിങ്ങൾ എവിടെയായിരുന്നു എന്ന്. എനിക്കിപ്പോ പറയാൻ മനസ്സില്ല. ആ, നീ എന്താ ചെയ്യുന്നത് ഞാനൊന്ന് കാണട്ടെ. ഇറങ്ങടി വെളിയിൽ. ഇറങ്ങാൻ. ഇറങ്ങി പോലെ നീ ഒരു അക്ഷരം വേണ്ട. ഇറങ്ങി പോടി. ഓഹോ, ഇവിടെ വന്ന് പതുങ്ങി നിന്ന് കേക്ക് വരുന്നല്ലേ? ഞാൻ മനഃപൂർവ്വം ഒന്നും കേൾക്കാമെന്നല്ല സാവിത്രി. ഇതുവഴി വന്നപ്പോ വഴക്ക് കേട്ട് അറിയാതെ നിന്ന് പോയതാ. ഇതൊക്കെയാണല്ലോ പണ്ട് മുതലേ നിന്റെ ശീലം. രാമേട്ടൻ പുറത്തു പോയി എന്തെങ്കിലും ടെൻഷനോടെ തിരികെ വരുമ്പോ എന്തിനാ സാവിത്രി ഇങ്ങനെ വഴക്കിന് പോകുന്നത്? നിന്റെ നിർദ്ദേശം ഉപദേശം ഒന്നും ഇങ്ങോട്ട് വേണ്ട. അതൊക്കെ ചെലവാക്കേണ്ടടുത്ത് പോയി ചെലവാക്കിയാ മതി. എന്റെ ഭർത്താവിനോട് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. നീ വലിയ ഉപദേശിയായിട്ടാണല്ലോ നിന്റെ ഭർത്താവായ എന്റെ ഏട്ടൻ എന്റെ നാത്തൂനെ കൊണ്ട് പോയത്. സ്വന്തം ഭർത്താവിനെ സംരക്ഷിക്കാനും സൂക്ഷിക്കാനും കഴിയാത്ത നീയാണോ എന്നെ ഉപദേശിക്കാൻ വരുന്നത്? രാമേട്ട ഇതുവരെ എവിടെ പോയതായിരുന്നു? സാവിത്രിയോട് വല്ലതും പറഞ്ഞോ? എവിടെ പോയതാന്ന് ആർക്കറിയാം. ഞാനത് ചോദിക്കാൻ ചെന്നപ്പം എന്നെ കടിച്ചു കീറാൻ വന്നു. രാമേട്ടനോ? അമ്പടാ, കൊള്ളാലോ. രാമേട്ട അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ടോ? ഇത്രയും നാളും ഇല്ലായിരുന്നു. ഈ സ്വഭാവം കാണുന്നത് ഞാൻ നല്ലപ്പോഴാ. ചീറ്റപ്പുലി ചീറ്റും പോലെയല്ലേ ചീറ്റിയത്. സാവിത്രിയുടെ മുമ്പില് രാമേട്ടൻ വെറും പൂച്ചയായിരുന്നല്ലോ. ഈച്ചയും പൂച്ചയൊന്നും അല്ല, നല്ല ക്ഷമാശീലമുള്ള ആളായിരുന്നു എന്റെ രാമേട്ടൻ. രാമേട്ടൻ എന്തോ പറ്റിയിട്ടുണ്ട്. കരണക്കുറ്റിക്കിട്ട് അടി കിട്ടിയില്ലെന്നേ ഉള്ളൂ. എന്തൊരു ദേഷ്യമായിരുന്നു. രാമേട്ടൻ ഇതുവരെ എന്നോട് ഇങ്ങനെ ഒന്നും പെരുമാറിയിട്ടില്ല. തല്ലി പുറത്താക്കിയിട്ട് വാതിലും അടച്ചു. അയ്യോ, അത്ര ഉണ്ടായോ? ചേച്ചി സാവധാനത്തിൽ ചോദിച്ചാ പോരായിരുന്നോ? അത് അന്നേരം പറ്റിയില്ല. വരട്ടെ, ഞാനത് തന്ത്രപൂർവ്വം ചോദിച്ച് മനസ്സിലാക്കും. ഈ സാവിത്രി ആരാ മോള്? രാമേട്ടൻ എന്നെ തള്ളി പുറത്താക്കിയപ്പോഴേ ഞങ്ങളുടെ മുൻവാതിക്കൽ ഒളിച്ചു നിന്ന് കേൾക്കുന്നു മറ്റൊരാള്. മറ്റൊരാളോ? ഏതവനവൻ? അവനല്ല, അവള്. ഇവിടത്തെ കഥാനായികയായിരിക്കും. അച്ഛന്റെ അമ്മയുടെ മാനസപുത്രി. അവള് തന്നെ. ഞാൻ ശരിക്കും അങ്ങ് പറഞ്ഞിട്ടുണ്ട്. വിടരുത്, പറയണം.
നമ്മുടെയൊക്കെ തോളത്ത് ചവിട്ടിയാ അവൾ മേലോട്ട് കയറി പോന്നെ. ഇനി എന്റെ തോളത്ത് ചവിട്ടാൻ വന്നാലേ ആണ് ഞാൻ പാലും വെള്ളത്തിൽ കൊടുക്കും. ചേച്ചി, രാമേട്ടൻ എവിടെയായിരുന്നു? വല്ലതും പറഞ്ഞായിരുന്നോ? ഇവിടെ ആ കഥ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു ഞങ്ങള്. രാമേട്ടൻ ഒന്നും പറഞ്ഞില്ലടാ. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് രാമേട്ടന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതും ശരിയാ. സാധാരണ നിന്നോടെങ്കിലും പറയാറുണ്ടല്ലോ രാമേട്ടൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ. ഉവ്വ്, ദൂരെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എന്നോട് പറയുമായിരുന്നു. പക്ഷേ ഇക്കാര്യം മാത്രം മിണ്ടിയിട്ടില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷം 30 കഴിഞ്ഞു. ഇത്രയും കാലമായിട്ട് രാമേട്ടൻ എന്നെ ഇങ്ങനെ പിരിഞ്ഞു നിന്നിട്ടില്ല. എന്നോട് പറയാതെ പോയിട്ടുമില്ല. ഇതിലെന്തോ ഒരു കാര്യമുണ്ട്. അത് കണ്ടെത്തിയേ തീരൂ. നീ എന്താ ഈ കലണ്ടറിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ചെയ്യുന്നതല്ല നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ? എന്ത് ചോദിച്ചാലും ചാടിക്കടിക്കുന്നതാണല്ലോ നിന്റെ സ്വഭാവം. നീ ഈ കലണ്ടറിൽ നോക്കി മന്ത്രവാദികളെ പോലെ എന്തൊക്കെയോ പറയുന്ന കണ്ട് ചോദിച്ചു പോയതാ കൊച്ചെ. അതിന്റെ പേരിൽ നീ ഇങ്ങനെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കണ്ട. ഞാനേ കൊച്ചൊന്നും അല്ല. ആ, എന്നാ അത് പോട്ടെ. നീ കിളവിയ, സമ്മതിച്ചു. ഓഹോ, കളിയാക്കി വിളയുകയാണല്ലോ. ഇത് മുകളിലോട്ട് ഒഴിയാൻ വയ്യ, താഴോട്ട് ഒഴിയാൻ വയ്യ. എന്താ പറഞ്ഞത്? പോട്ടെ എന്റെ പൊന്നെ, വിട്ടേക്ക്. അതെ, ഞാൻ കലണ്ടറിൽ നോക്കിയത് എന്റെ അമ്മയുടെ ബാക്കി ബലികർമ്മങ്ങൾ എന്ന് നടത്തണമെന്ന് അറിയാൻ വേണ്ടിയാ. ഓ, അതാണോ? നീ ആക്കാരി ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ നമുക്ക് ഭംഗിയായിട്ട് നടത്താം. അതിന് നിങ്ങളുടെ സഹായമൊന്നും ആവശ്യമില്ല. എനിക്കറിയാതെ എങ്ങനെ നടത്തണമെന്ന്. എന്നാൽ അങ്ങനെ ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, നീ കേട്ടിട്ടുമില്ല. പോട്ടെ. ഇവിടെ കായംകുളം വാള. അതെ, നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കായംകുളമെന്നോ വാളെന്നോ? ഓ, അതാണോ? അത് കായംകുളത്തുനിന്ന് സാരി കൊണ്ടുപോവാനേ ആൾക്കാർ വരുമെന്നാ പറഞ്ഞത്. ആ. ഞാൻ അത്ര കൊച്ചുകുട്ടിയൊന്നുമല്ല. നിർബന്ധിക്കരുത്. എടുത്തിട്ട് പോ. അച്ഛന് എന്നോട് അല്പം ദേഷ്യമുണ്ട്. അതാ ഞാൻ കൊണ്ടുവന്ന ആഹാരം കഴിക്കാത്തത്. അച്ഛാ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ കോടതി പോയെന്നറിഞ്ഞ അച്ഛൻ എന്നെ വഴക്ക് പറയും. അതാ ഞാൻ അച്ഛനോട് പറയാതിരുന്നത്. അവൻ ജയിലിലാണെന്നറിഞ്ഞാ ഞാൻ ഹൃദയം പൊട്ടി മരിക്കും നീ കരുതിയല്ലേ? അവൻ കമ്പി എണ്ണുമായിരുന്നെന്ന് നിനക്കറിയാമായിരുന്നു അല്ലേ? അച്ഛാ, അപ്പോ മീനാക്ഷിയുടെ അച്ഛൻ? ഞാൻ ജയിലിൽ പോയത് മീനാക്ഷിയുടെയും നളിനാക്ഷിയുടെയും അച്ഛനെ കാണാൻ വേണ്ടിയല്ല, എന്റെ മകൻ ജയറാമനെ കാണാൻ വേണ്ടിട്ടാ. ഞാൻ എന്റെ ഭാര്യയോട് നുണ പറഞ്ഞു. മീനാക്ഷിയുടെ അച്ഛനെ കാണാനാ ജയിലിൽ പോയത്. നീ പല സത്യങ്ങളും
ഈ അച്ഛനോട് മറച്ചു വെച്ചു. അവൻ ജയിലിലാണെന്ന് നിനക്കറിയാമായിരുന്നു. ഞാൻ അവനെ കാണാൻ പോയത് എന്റെ മനസ്സ് സമ്മതിക്കാഞ്ഞിട്ടാണ്. പിതൃശാപവും മാതൃശാപവും ഒരുമിച്ചേറ്റവന് ഒരിക്കലും തന്നാവില്ല. അമ്പലത്തുളസി പോലൊരു പെണ്ണിന്റെ ജന്മം തുളച്ച ദ്രോഹി, അവിടെ സ്വപ്നങ്ങൾ തൂക്കിവിറ്റ മഹാദ്രോഹി. നിന്റെ കണ്ണീരിൽ അവൻ മുങ്ങിച്ചാകും. അച്ഛാ മതി, ഇനി ശപിക്കരുത്. എന്തിനാ ചെറിയ കൊത്തിരിഞ്ഞ് മാറ്റിയവനോട് ഇപ്പോഴും നിനക്ക് സഹതാപം? ദേ, ഇപ്പൊ കൂടെ കൂടിയ മറ്റൊരു പെണ്ണിനെയും അവൻ കൊന്നിരിക്കുന്നു. അച്ഛാ വേണ്ട, നീ അവനെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കണ്ട. ഈ കുടുംബത്തിന്റെ സന്തോഷം ഇല്ലാതാക്കാൻ അവൻ. എനിക്കിതിനോട് ദേഷ്യം തന്നെ. കൊല നടത്തിയ ജയിലിൽ പോയതിനെ കുറിച്ച് നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? എനിക്കിപ്പോഴും ദഹിക്കാത്തൊരു കാര്യം അത്. നിങ്ങൾ എന്തിനാ മീനാക്ഷിയുടെ അച്ഛനെ കാണാൻ ജയിലിൽ പോയത്? അയാളും നമ്മളും തമ്മിൽ എന്താ ബന്ധം?